സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ചൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ. കുറച്ച് കോവയ്ക്കയുണ്ട്, ഉണക്ക നെത്തോലിയാണ്, 2 തക്കാളിയുണ്ട്. നമുക്കിന്ന് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാമേ. നല്ല രുചികരമാണ്. അപ്പം നമുക്ക് ഈ കോവയ്ക്കയൊക്കെ, നാടൻ കോവയ്ക്ക വൃത്തിയാക്കി നമുക്കതൊന്ന് കീറിയെടുക്കാം. അപ്പം ഇത് മെഴുക്ക് പുരട്ടിയാണോ പീരയാണോ, എന്തായാലും പുതിയൊരു ഐറ്റം, നല്ല രുചിയായിട്ട് വെക്കാം. അപ്പം ഞാൻ കോവയ്ക്കൊക്കെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നെത്തോലി വാലും തലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ തക്കാളി അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടേക്കുവാണ്. കാരണം അതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ വടക്കംപുളി ഉണ്ടല്ലോ, അപ്പം കുടംപുളി, അപ്പോൾ അത് ഞാനൊന്ന് ചെറിയൊരു കഷ്ണം എടുത്ത് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഈ തക്കാളിയും ഈ പുളിയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വയ്ക്കാം. അപ്പം ഞാനിത് തയ്യാറാക്കാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ആദ്യം കുറച്ച് കരിയാപ്പല ഇട്ടിട്ട് നമ്മൾ കീറി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒന്ന് പകുതി വേവാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒത്തിരി ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി പകുതി വേവായാൽ മതി. അപ്പം നമുക്കതൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാട്ടി നല്ലപോലെ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയും കൂടെ ചേർത്ത്, നെത്തോലിക്ക് ഉപ്പുണ്ടായതുകൊണ്ട് രണ്ടും കൂടെ മിക്സാക്കി നല്ലതുപോലെ ഒന്ന് വേവാക്കി എടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കത് മാറ്റിയെടുക്കണം. അപ്പം ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഈ ഒരുമിച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ശരിക്കും അതൊരു പകുതിയോളം വേവാകും. കോവയ്ക്കയും നെത്തോലിയൊക്കെ നല്ലതുപോലെ ഒന്നുകൂടെ വേവാകും. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അത് ശരിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി വേറൊരു പ്ലേറ്റിലോട്ട് അതൊന്ന് മാറ്റിയെടുക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തന്നെ ഓയിൽ ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഓയിലിനകത്താണല്ലോ ഇത് ഇത്ര ആയത്. അപ്പം അതിൻ്റെ ഓയിലിനകത്ത് നമുക്ക് തയ്യാറാക്കുമ്പം നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു ഉണ്ട പച്ചമുളകും കുറച്ച് കരിയാപ്പലയും ഇച്ചിരി ജീരകവും കൂടി ഇട്ട് നമുക്കത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ബാക്കി പാനിനകത്തിരുന്ന എണ്ണയുടെ കൂടെ കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളകിട്ട് അപ്പം നമുക്കതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് ഞാൻ ഒരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യക്കാർ ചെറിയ ഉള്ളി മാത്രം ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പം രണ്ടും കൂടെ മിക്സാക്കിയാണ് ഞാൻ അത് ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്തുനിന്ന് നല്ലപോലെ താളിച്ചെടുക്കാം. താളിച്ചതിന് ശേഷം ഒരു 10 അല്ലി കുഞ്ഞു വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ അതും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തിപ്പൊടിച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി, അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ഇത് ഒരുമിച്ച് ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വാട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമന്ന് വരുന്ന പോലെ മൂത്ത് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വേണം നമുക്ക് അതിൻ്റെ മസാലക്കൂട്ട് ചേർക്കാൻ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി, കാരണം നമ്മൾ തേങ്ങയ്ക്കകത്ത് തന്നെ പച്ചമുളക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്താണ് നമ്മൾ ഇപ്പം നല്ലതുപോലെ ഈ മസാലക്കൂട്ടെല്ലാം ഇളക്കിയിട്ടുണ്ട്. അപ്പം ഉപ്പ് ശരിക്കും പറയാൻ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, നോക്കാം. അപ്പം നമ്മൾ ഇനി ഞാൻ തക്കാളി അടിച്ചു വെച്ചിരുന്നല്ലോ, അതാണ് ഞാനിപ്പോൾ ചേർത്ത് യോജിപ്പിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി വേവാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയും നെത്തോലിയും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. നല്ലതുപോലെ ഈ അരപ്പ് ഇതിനകത്തൊന്ന് മിക്സാക്കി റെഡിയാക്കി ശരിക്കും ഇനി വേണം നമ്മൾ തക്കാളി ഒക്കെ ചേർത്ത് അതിനകത്ത് ആണ് ഇത് മിക്സാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ലേശം ആ തേങ്ങയുടെ ചതച്ച ആ മിക്സിക്കകത്ത് ലേശം വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞാൽ മതി. ഇനി നമുക്ക് മൊത്തത്തിൽ യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒരു 2 മിനിറ്റ്, 2-3 മിനിറ്റ്, 3 മിനിറ്റ് വേണ്ടി വരത്തില്ല കേട്ടോ, ഒന്ന് അടച്ച് വേവിക്കാം. നല്ല വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത്
ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നെത്തോലിയും കോവയ്ക്കയാണ്. കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ദാണ്ട കോവയ്ക്കയും ഇത് പീരേന്നോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും അത്രയ്ക്ക് രുചികരമാണ്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കോവയ്ക്കയും നെത്തോലിയും കൂടെയുള്ള ഈ കൂട്ട് ഏറ്റവും രുചികരമാണ്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം. ചോറുണ്ണാൽ ഇത് മാത്രം അത്രയ്ക്ക് നല്ല ഐറ്റമാണ്. ഓക്കെ, വെരി താങ്ക്സ്.